ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാനൊരു മാംഗോ കേക്ക് ഉണ്ടാക്കുന്ന വീഡിയോയുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഇത് 1.5 കിലോ വെയിറ്റുള്ള ഒരു 2 ടയർ കേക്കായിട്ടാണ് ഞാൻ ചെയ്തത്. വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് വേണ്ടിയിട്ടായതുകൊണ്ട് ഹാർട്ട് ഷേപ്പിലാണ് ചെയ്തിരിക്കുന്നത്. ഈ കേക്ക് ഞാൻ നല്ല ഫ്രഷ് മാമ്പഴം കൊണ്ടാണ് ഉണ്ടാക്കിയത്. അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റുള്ളൊരു കേക്കാണിത്. കേക്ക് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 2 കപ്പ് മൈദ മാവ് അളന്നെടുത്തിട്ടുണ്ട്. 240 ml കപ്പിൽ 2 കപ്പ് മാവാണ് അളന്നെടുത്തത്. ഇനി ഇതിൽ നിന്നും 2 ടേബിൾ സ്പൂൺ മാവ് എടുത്ത് മാറ്റാം. ഇതുപോലെ ലെവൽ ചെയ്ത് വേണം മാവ് കപ്പിലായാലും സ്പൂണിലായാലും അളന്നെടുക്കാൻ. 2 കപ്പ് മാവ് എടുത്ത ശേഷം അതിൽ നിന്നും 2 ടേബിൾ സ്പൂൺ മാറ്റിയിട്ടുണ്ട്. ഇതാണ് 1.5 കിലോ കേക്കിനുള്ള കറക്റ്റ് അളവ്. ഇനി ഇതിലേക്ക് 1.5 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ഒരു 2 നുള്ളു ഉപ്പും ചേർക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് 3 പ്രാവശ്യം അരിച്ച് വയ്ക്കാം. മാവ് എപ്പോഴും ഇതുപോലെ 3 പ്രാവശ്യം അരിച്ചിട്ട് കേക്ക് ഉണ്ടാക്കുന്നതാണ് നല്ലത്. അപ്പോൾ കേക്ക് നല്ല സോഫ്റ്റായിട്ട് കിട്ടും. മാവ് ഞാൻ 3 പ്രാവശ്യം അരിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് കേക്ക് ട്രേ റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് 7 ഇഞ്ചിൻ്റെയും 5 ഇഞ്ചിൻ്റെയും 2 മോൾഡ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഹാർട്ട് ഷേപ്പിലുള്ള മോൾഡാണ് എടുത്തത്. അതിൽ ഓയിൽ പുരട്ടി ബട്ടർ പേപ്പർ വെച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഒരു മീഡിയം സൈസിലുള്ള നല്ല പഴുത്ത മാങ്ങ കട്ട് ചെയ്തിട്ട് മിക്സിയുടെ ജാറിലിട്ടിട്ടുണ്ട്. അതൊന്ന് വെള്ളവും ഒന്നും ഒഴിക്കാതെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. മാങ്ങ മാത്രം അരച്ചാൽ മതി. നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി മറ്റൊരു ബൗളിൽ ഞാൻ 6 മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. അതിലേക്ക് 1.5 ടീസ്പൂൺ വാനില എസൻസ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യാം. ആദ്യം മുട്ട മാത്രം നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അതിനുശേഷം 1.5 കപ്പ് പൊടിച്ച പഞ്ചസാര കുറേശ്ശെയായിട്ട് ചേർത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. മുട്ടയും പഞ്ചസാരയും കൂടെ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/3 കപ്പിൽ സൺഫ്ലവർ ഓയിൽ ഒഴിക്കാം. 1/3 കപ്പ് എന്ന് പറയുമ്പോൾ 6 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് ചെറുതായിട്ട് ലോ സ്പീഡിലിട്ട് ഒരു 10-20 സെക്കൻഡ് മാത്രം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഒരുപാട് സമയം ഓയിൽ ഒഴിച്ച ശേഷം ബീറ്റ് ചെയ്യരുത്. ഇനി മാവിട്ട് ഫോൾഡ് ചെയ്തെടുക്കാം. മാവ് ഒരു 2-3 ബാച്ചായിട്ട് ഇട്ടിട്ട് നന്നായിട്ട് ഫോൾഡ് ചെയ്തെടുക്കാം. കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ നന്നായിട്ട് ഫോൾഡ് ചെയ്യാം. മാവിട്ട് നന്നായിട്ട് ഫോൾഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അടിച്ചു വെച്ച മാങ്ങ 1 കപ്പ് അളവിലുണ്ടായിരുന്നു, അത് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഒന്നുകൂടെ ഫോൾഡ് ചെയ്യാം. മാവ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി മാവ് കേക്ക് ട്രേയിലേക്ക് ഒഴിച്ച ശേഷം ബേക്ക് ചെയ്യാനായിട്ട് വയ്ക്കാം. ഞാൻ OTGയിലാണ് കേക്ക് ബേക്ക് ചെയ്യുന്നത്. OTG 180 ഡിഗ്രിയിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി കുക്കറിലോ പാത്രത്തിലോ വയ്ക്കുവാണെങ്കിൽ അതും പ്രീ ഹീറ്റ് ചെയ്ത ശേഷം ലോ ഫ്ലെയിമിൽ വെച്ച് ബേക്ക് ചെയ്തെടുക്കണം. നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത ശേഷം പ്രീ ഹീറ്റ് ചെയ്ത OTGയിലേക്ക് വെച്ച് കൊടുക്കാം. ഞാനിത് 45 മിനിറ്റ് സെറ്റ് ചെയ്ത് വയ്ക്കുവാണ്. ചെറിയ കേക്ക് 35 മിനിറ്റ് ആയപ്പോൾ തന്നെ ബേക്കായിട്ടുണ്ട്. മറ്റേത് 45 മിനിറ്റിലും ബേക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് മാംഗോ ക്രഷ് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഞാനൊരു പാത്രത്തിൽ 1/2 കപ്പ് പഞ്ചസാരയും ഒരു 1/4 കപ്പ് വെള്ളവും ഒഴിച്ചിട്ടുണ്ട്. അതൊന്ന് തിളച്ച് പഞ്ചസാര ഒന്ന് അലിഞ്ഞ് വരുന്ന സമയത്ത് ഒരു മാങ്ങ നല്ലപോലെ അടിച്ചെടുത്തത് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈ കേക്കിന് വേണ്ടി ഞാൻ കുറച്ചൊരു വലിയ മാങ്ങയായിരുന്നു, 2 മാങ്ങയാണ് എടുത്തത്. നീല മാങ്ങയാണ് എടുത്തത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മാങ്ങയാണ്. വീട്ടിലുള്ള മാങ്ങയായിരുന്നു, നല്ല ടേസ്റ്റുള്ള മാങ്ങയാണ്. അതുകൊണ്ടാണ് കേക്കിന് നല്ല ടേസ്റ്റുള്ളത്. മാങ്ങ ഒഴിച്ച ശേഷം നന്നായിട്ട് ഇളക്കി കുറുക്കിയെടുക്കണം. ഇതുപോലെ മാങ്ങ കട്ടിയായിട്ട് വരണം. കളറൊക്കെ ഒന്ന് മാറി വരും. ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് നല്ലപോലെ കൈയെടുക്കാതെ തന്നെ ഇളക്കി കൊടുക്കണം. ഈ ഒരു പരുവമാകുമ്പോൾ ഗ്യാസ് ഓഫ് ചെയ്ത ശേഷം തണുക്കാനായിട്ട് വയ്ക്കാം. കേക്ക് രണ്ടും റെഡി ആയിട്ടുണ്ട്. ഒന്ന് തണുത്ത ശേഷം മോൾഡിൽ നിന്ന് മാറ്റിയിട്ട് ബട്ടർ പേപ്പർ എടുത്ത് മാറ്റാം. ഇനി കേക്ക് 3 ലെയറായിട്ട് കട്ട് ചെയ്തെടുക്കാം. 2 കേക്കും ഞാൻ 3 ലെയറായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 2.5 കപ്പ് വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്.
അതിൽ നിന്നും ഒരു പകുതിയോളം എടുത്ത് മാറ്റാം. നമ്മൾ ക്രം കോട്ട് 2 കേക്കും ക്രം കോട്ട് ചെയ്യാൻ ആവശ്യത്തിനുള്ള ക്രീമിൽ മാംഗോ ക്രഷ് ഒഴിച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മാംഗോ ക്രഷ് നന്നായിട്ട് തണുത്ത ശേഷം ഒഴിക്കണം. തണുത്തപ്പോൾ ഇത് കുറച്ചുകൂടെ ഒന്ന് കട്ടിയായിട്ട് വന്നിട്ടുണ്ട്. കേക്കിൻ്റെ ലെയറിലും വയ്ക്കാനായിട്ടായതുകൊണ്ട് കുറച്ച് കട്ടിയായിട്ട് തന്നെ ഇത് വേണം. നന്നായിട്ട് ക്രീം ഒഴിച്ച ശേഷം നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കേക്ക് ബോർഡിൽ കുറച്ച് ക്രീം തേക്കാം. വലിയ കേക്കിൻ്റെ മുകളിലത്തെ പീസ്, ഏറ്റവും മുകളിലത്തെ പീസ് വെച്ച് കൊടുക്കാം. തിരിച്ച് വെച്ച് കൊടുക്കണം. ഷുഗർ സിറപ്പ് ഞാൻ 2 കപ്പ് വെള്ളം നന്നായിട്ട് തിളച്ചപ്പോൾ അതിലേക്ക് 1 കപ്പ് പഞ്ചസാര ഇട്ട് നന്നായിട്ട് തിളപ്പിച്ച് തണുപ്പിച്ചെടുത്ത ഷുഗർ സിറപ്പാണിത്. അതൊരു കുപ്പിയിലാക്കിയിട്ട് നന്നായിട്ട് വെറ്റ് ചെയ്ത് കൊടുക്കാം. കേക്ക് വെറ്റ് ചെയ്യുമ്പോൾ നന്നായിട്ട് തന്നെ വെറ്റ് ചെയ്ത് കൊടുക്കണം. എന്നാലേ കേക്ക് നല്ല സോഫ്റ്റായിട്ട് ഇരിക്കുകയുള്ളൂ. എന്നിട്ട് ക്രീം വെച്ച് കൊടുക്കാം. ക്രീമും നല്ലപോലെ തന്നെ വെച്ച് കൊടുക്കണം. ആദ്യമേ തന്നെ കൂടുതലായിട്ട് ക്രീം വെച്ച ശേഷം ഇതുപോലെ ലെവൽ ചെയ്തെടുക്കുമ്പോൾ കേക്കിൻ്റെ പൊടിയൊന്നും ഈ ക്രീമിൽ ആവില്ല. നന്നായിട്ട് ക്രീം വെച്ച ശേഷം മാംഗോ ക്രഷ് ഒഴിക്കാം. മാംഗോ ക്രഷ് എല്ലാ ഭാഗത്തും നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം രണ്ടാമത്തെ ലെയർ കേക്ക് വയ്ക്കാം. നന്നായിട്ട് വെറ്റ് ചെയ്യാം. എന്നിട്ട് ക്രീം വെച്ച് മാംഗോ ക്രഷ് ഒഴിച്ച് ഓരോ ലെയറിലും ഇതുപോലെ മാംഗോ ക്രഷ് ഒഴിച്ച് കേക്ക് ഉണ്ടാക്കുമ്പോൾ കേക്ക് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. നമ്മൾ ഫ്രഷായിട്ടുള്ള മാങ്ങ വെച്ചിട്ടുണ്ടാക്കിയ ക്രഷ് ആയതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റാണ് അത് കഴിക്കാൻ. മൂന്നാമത്തെ ലെയർ കേക്ക് വയ്ക്കാം. നന്നായിട്ട് വെറ്റ് ചെയ്ത ശേഷം കുറച്ച് ക്രീം വെച്ച് മുകളിൽ കുറച്ച് ക്രീം വെച്ചിട്ട് നന്നായിട്ടൊന്ന് ക്രം കോട്ട് ചെയ്തെടുക്കാം. വലിയ കേക്ക് ഇതുപോലെ ക്രം കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതൊന്ന് ഫ്രിഡ്ജിൽ വെച്ച ശേഷം ചെറിയ കേക്കും കൂടെ അതുപോലെ തന്നെ ക്രം കോട്ട് ചെയ്തെടുക്കാം. ക്രീം വെച്ച് ക്രഷ് ഒഴിച്ച് സ്പ്രെഡ് ചെയ്യാം. അതുപോലെ ഓരോ ലെയറിലും ക്രഷ് ഒഴിച്ച് ക്രീം വെച്ചിട്ട് നന്നായിട്ട് വെറ്റ് ചെയ്ത് ക്രം കോട്ട് എടുക്കാം. ചെറിയ കേക്കും ക്രം കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് വലിയ കേക്ക് എടുത്ത് നന്നായിട്ട് ക്രീം വെച്ച് ലെവൽ ചെയ്തെടുക്കാം. കൂടുതലായിട്ട് തന്നെ ക്രീം വെച്ച് നന്നായിട്ട് ലെവൽ ചെയ്തെടുക്കണം. സൈഡിലും നല്ലപോലെ ക്രീം വെച്ച് കൊടുക്കാം. അതിനുശേഷം സൈഡിൽ സ്ക്രാപ്പർ വെച്ച് വരച്ച് കൊടുക്കുകയാണ് ചെയ്തത്. ഇനി മുകളിൽ കേക്ക് വയ്ക്കാനായിട്ട് താഴത്തെ കേക്കിൻ്റെ ഹൈറ്റ് നോക്കിയിട്ട് ഒരു സ്റ്റിക്ക് വെച്ച് കൊടുക്കാം. ഞാനിതുപോലെ ടൂത്ത് പിക്കാണ് വെച്ച് കൊടുക്കുന്നത്. 3 എണ്ണം ഇതുപോലെ കുത്തി വെച്ച ശേഷം ടോപ്പിൽ വയ്ക്കുന്ന കേക്ക് എടുത്ത് വയ്ക്കാം. പാലറ്റ് നൈഫ് വെച്ച് എടുത്തിട്ട് കേക്ക് മുകളിലായിട്ട് വെച്ച് കൊടുക്കാം. ബേസ് കേക്കിൻ്റെ സെൻട്രലായിട്ട് തന്നെ ഇരിക്കണം. അതുപോലെ എടുത്ത് വയ്ക്കുമ്പോൾ മുകളിലത്തെ കേക്കിൽ കുറച്ചൊരു സൈഡിലൊരു മിസ്റ്റേക്ക് വരും. കുഴപ്പമില്ല, അത് നമ്മൾ ബോർഡർ ചെയ്യുമ്പോൾ അതങ്ങ് മറഞ്ഞിരിക്കും. ഇനി ഞാൻ പൈപ്പിംഗ് ബാഗിൽ യെല്ലോ കളർ വിപ്പിംഗ് ക്രീം മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. റോസറ്റ് നോസിലാണ് എടുത്തിട്ടുള്ളത്. അത് വെച്ചിട്ട് ഒരു ബോർഡർ വെറുതെ ഇതുപോലെ ഒരു ചെറിയ ഡിസൈനിൽ കൊടുക്കാം. ഇതുപോലെ ഡിസൈനാണ് കൊടുത്തത്.
താഴത്തെ ബോർഡറിലും അതുപോലെ ഒരു ഡിസൈൻ കൊടുക്കാം. അതേ നോസിൽ വെച്ച് തന്നെ മുകളിലും ബോർഡർ കൊടുക്കാം. അതിനുശേഷം ഒരു റെഡ് റോസും ലീഫും വെച്ച് കൊടുക്കാം. ഇനി പേരെഴുതണം. ഹാപ്പി ആനിവേഴ്സറി അച്ഛ അമ്മ എന്ന് മാത്രമേ എഴുതുന്നുള്ളൂ. ഇപ്പോൾ നമ്മുടെ വെഡ്ഡിങ് ആനിവേഴ്സറി മാംഗോ കേക്ക് 2 ടയർ കേക്ക് റെഡി ആയിട്ടുണ്ട്. ഈ കേക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. കേക്കിൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.